CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെതിരെ അൽമായ മുന്നേറ്റം. ആൻഡ്രൂസ് താഴത്ത് സംഘപരിവാർ ഏജന്റാണെന്ന് സംശയിക്കുന്നു അത്രേ. മുസ്ലിം വിരോധം വിശ്വാസികളെ അടിച്ചേൽപ്പിക്കുകയാണ്. ആൻഡ്രൂസ് താഴത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ പീഡനങ്ങളിലും മണിപ്പൂർ അക്രമങ്ങളിലും BJP ഭരണകൂടത്തെ വിമർശിച്ചിട്ടില്ല എന്നും അൽമായ മുന്നേറ്റം കുറ്റപ്പെടുത്തി. എറണാകുളം അതിരൂപതയിലെ പരിപാടികളിൽ ആൻഡ്രൂസ് താഴത്തിനെ പങ്കെടുപ്പിക്കില്ല എന്നും അൽമായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞുകാരൻ മീഡിയ വണ്ണോട് പറഞ്ഞു. ആൻഡ്രൂസ് താഴത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ആത്മായ മുന്നേറ്റം ഉന്നയിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം ആത്മായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞുകാരൻ ചേരുകയാണ്. എന്താണ് ഇങ്ങനൊരു വിമർശനം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? ആൻഡ്രൂസ് താഴത്ത് കഴിഞ്ഞ കുറെ കാലഘട്ടമായി നിരന്തരമായി എറണാകുളം അതിരൂപതയെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ തുടർച്ചയായ നിരുത്തരവാദിത്വപൂർവമായ പരാമർശങ്ങളും പ്രസ്താവനകളുമായി പൊതുസമൂഹത്തിന്റെ രംഗത്ത് വരികയാണ്. ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നതിനെതിരെയാണ് അൽമായ മുന്നേറ്റം രംഗത്ത് വരിക. കാരണം എറണാകുളം അതിരൂപതയിൽ സീറോ മലബാർ സഭയുടെ ഏറ്റവും ബഹുഭൂരിപക്ഷം, അതായത് 13% വിശ്വാസികൾ ഉൾപ്പെടുന്ന 6.5 ലക്ഷം വിശ്വാസികളും 490 വൈദികരും ഉൾക്കൊള്ളുന്നതാണ്. ഈ സമൂഹത്തെയാണ് ഇദ്ദേഹം എറണാകുളം അതിരൂപതയിൽ ആന്റി ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു ഘട്ടത്തിൽ രംഗത്ത് വരികയും ഇപ്പോൾ ഈ ആരാധനക്രമ പ്രശ്നം ഇത്രമാത്രം വഷളാക്കുന്നതിന് പിറകിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സാമുദായിക സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ പിറകിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ദീപികയ്ക്ക് ഒരു അഭിമുഖം കൊടുക്കുകയുണ്ടായി. ഈ അഭിമുഖത്തിനെതിരെയാണ് അൽമായ മുന്നേറ്റം രംഗത്ത് വരിക. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തമായ തെളിവുകളുണ്ട് എങ്കിൽ അദ്ദേഹം കൃത്യമായ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ കൈമാറേണ്ടതാണ്. അത് സീറോ മലബാർ സിനഡിന് മുന്നിൽ വെക്കേണ്ടതാണ്. കഴിഞ്ഞ 3 വർഷമായി ഇതേ തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ വഹിക്കുന്ന വ്യക്തി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രംഗത്തിറക്കിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു രേഖകളും സിനഡിന് മുമ്പിൽ വെച്ചിട്ടില്ല. ഈ സിനഡിന് മുമ്പിൽ വെക്കാത്തിടത്തോളം കാലം ഒന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയുമായി സീറോ മലബാർ സിനഡ് മുന്നോട്ട് പോകേണ്ടതാണ്. അദ്ദേഹത്തോട് അതിനുമായി തെളിവുകൾ വെക്കുവാൻ ആവശ്യപ്പെടുക, അതല്ല എങ്കിൽ മാപ്പ് പറഞ്ഞ് അദ്ദേഹം ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് അൽമായ മുന്നേറ്റം മുന്നോട്ട് വെക്കുന്നത്. അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ചുമതലകളുമായി മുന്നോട്ട് പോവുകയും ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങളതിനെ കാണുന്നത് CBCI എന്ന പ്രസിഡന്റ് എന്ന തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ഭാരത കത്തോലിക്ക സഭ മുഴുവനെയുമാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. ഭാരത കത്തോലിക്ക സഭയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസിഡന്റ് അദ്ദേഹം ഒരു സംഘപരിവാർ BJPയുടെ ഏജന്റ് ആണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. കാരണം ഭാരതത്തിലെമ്പാടും ക്രൈസ്തവ ന്യൂനപക്ഷം നേരിടുന്ന അക്രമങ്ങളിൽ അദ്ദേഹം ഇതുവരെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. മണിപ്പൂരിലുണ്ടായ സംഭവങ്ങളിൽ അദ്ദേഹം ഒരു പ്രസ്താവനയോ അപലപിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ക്രിസ്മസ് നാളിലുണ്ടായ പ്രശ്നങ്ങളിൽ അദ്ദേഹം CBCI പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയോ BJP കേന്ദ്ര ഗവൺമെന്റിനെയോ സംഘപരിവാർ സംഘടനകളെയോ അപലപിക്കുകയോ ചെയ്യാത്ത വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വത്തിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള പരാതി നൽകാനുള്ള ഒരു നീക്കം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്? തീർച്ചയായും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അൽമായ മുന്നേറ്റത്തിൻ്റെതായ രീതിയിൽ ഞങ്ങൾ ഒരു പരാതിയുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ എറണാകുളം അതിരൂപതയിലെ വൈദികരുടെ കൂട്ടായ്മയായ വൈദിക സംരക്ഷണ സമിതിയുമായി ഇതിൽ സഹകരിക്കാവുന്ന മേഖലകളിൽ അവരുമായി ഞങ്ങൾ സഹകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എറണാകുളം അതിരൂപതയുടെ അൽമായ മുന്നേറ്റം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തി ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് എങ്കിൽ അത് കേന്ദ്ര ഏജൻസികൾ വഴി അന്വേഷിക്കട്ടെ. ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിൽ ഞങ്ങളുടെ കൈകൾ ശുദ്ധമായി ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളിടത്തോളം കാലം ഏത് അന്വേഷണത്തെയും നേരിടാൻ അൽമായ മുന്നേറ്റവും ഇവിടുത്തെ വിശ്വാസ സമൂഹം തയ്യാറാണ്. എന്തായാലും ഇക്കാര്യത്തിൽ സഭാ നേതൃത്വം ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്തായാലും ഈ നിലപാട് മാറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കും എന്ന് തന്നെയാണ് എറണാകുളം അതിരൂപത ആത്മായ മുന്നേറ്റത്തിൻ്റെ ഒരു മുന്നറിയിപ്പ്. കൊച്ചിയിൽ നിന്ന് അഭിശങ്കറിനൊപ്പം സിജോ വർഗീസ്, മീഡിയ വൺ. സിജോ വർഗീസ് എന്നോടൊപ്പം വേണ്ടി ചേരുന്നു. സിജോ, ഇതൊരു ഒരു വലിയ ഭിന്നതയ്ക്ക് കാരണമായി മാറിയിരിക്കുകയാണോ? വിശ്വാസി സമൂഹത്തെ ആകമാനം ആക്ഷേപിക്കുന്നില്ല ഈ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു എന്ന പൊതുവികാരം അവിടെയുള്ള ഈ വിശ്വാസി സമൂഹത്തിലെ ആളുകൾക്കുണ്ടോ? നിഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സീറോ മലബാർ സഭയിലെ ആരാധനക്രമവുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളിലോ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം നടത്തേണ്ടത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ്. പക്ഷേ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ അതിന് മുകളിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഈ ആൻഡ്രൂസ് താഴത്ത് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇത് രാജ്യവ്യാപകമായി ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്ന നിലയിലൊക്കെ പല രീതിയിലും വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണ്
ഈ പ്രധാനമായും ഒരു കുറ്റപ്പെടുത്തലായി ഇവർ ആരോപിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും സീറോ മലബാർ സഭയുടെ ആരാധനാക്രമങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത് സഭയ്ക്ക് പുറത്തുള്ള ചില സാമുദായിക ശക്തികളാണ് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പ്രസ്താവന ആൻഡ്രൂസ് താഴത്തിൻ്റെതായിട്ട് വന്നത്. അതിൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾക്കെല്ലാം തന്നെ അതിൻ്റെതായ പങ്ക് ഉണ്ട് എന്നുള്ള തരത്തിൽ പ്രസ്താവന നടത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് ദീപികയ്ക്ക് അഭിമുഖം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതികരണവുമായി വിമർശനവുമായി അൽമായ മുന്നേറ്റം രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് മുസ്ലിം വിരുദ്ധത വിശ്വാസികൾക്കിടയിൽ ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആൻഡ്രൂസ് താഴത്ത് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം. അതേസമയം തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. രാജ്യവ്യാപകമായി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കത്തോലിക്ക സഭാ വിശ്വാസികൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം നടത്തുന്നില്ല, പ്രസ്താവന നടത്തുന്നില്ല. BJP ഭരണകൂടത്തിനോടോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെയോ യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും നടത്തുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു BJP ഏജന്റ് ആണോ എന്ന് പോലും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ അൽമായ മുന്നേറ്റം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഈ ആൻഡ്രൂസ് താഴത്തിനെ മാറ്റി നിർത്താനുള്ള നടപടി സ്വീകരിക്കണം. ഈ സിനഡ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നൊരു സൂചന നൽകുന്നുണ്ട്. വത്തിക്കാനിലടക്കം സഭാ നേതൃത്വത്തിനടക്കം പരാതി നൽകാനും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റം ഉള്ളത്. എന്തായാലും ഇക്കാര്യം വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിട്ടുണ്ട്. സഭാ നേതൃത്വം ഈ പ്രതികരണത്തെ അല്ലെങ്കിൽ ആൻഡ്രൂസ് താഴത്തിന്റെ ഇത്തരം പ്രസ്താവനകളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറായിട്ടില്ല. പക്ഷേ പഠിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങളോ അല്ലെങ്കിൽ തുടർ നടപടികളോ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു സൂചനയും സഭാ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. നിഷാദ്. ശരി.